എല്ലാവർക്കും നമസ്കാരം. മൂന്നാം ദിവസമാണ്. അഹല്യാസ്തുതിയാണ്. ഞാനഹോ കൃതാർത്ഥയായി എൻ ജഗന്നാഥ, നിന്നെ കാണായി വന്നത് മൂലമത്രയും അല്ല ചൊല്ലാം. പത്മജരുദ്രാദികളാൽ അപേക്ഷിതം പാദ പത്മ ലഗ്നപാംസോ ലേശമിന്നെനിക്കല്ലോ. സിദ്ധിച്ചു ഭവൽ പ്രസാദാദി രേഖത്താലി എത്തുമോ ബഹുകൽപ്പ കാലമാരാധിച്ചാലും ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപദേ. മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്നിദേവം ആനന്ദമയനായോരതി മായികൻ പൂർണൻ നൂനാതിരേഖശൂന്യൻ അഞ്ജനല്ലോ ഭവാൻ. തൊൽപാദാംബുജവം സുപവിത്ര ഭാഗീരഥി. സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും തൊൽപ്രഭാവത്താലല്ലോ. സിദ്ധിച്ചേനല്ലോ ഞാനും തൊൽപാദസ്പർശം ഇപ്പോൾ. പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്ത് വർണ്ണിപ്പതു വൈകുണ്ഠ തൽകുണ്ടാത്മനന്ദുർലഭമൂർത്തേ വിഷ്ണു. മർത്യനായി അവതരിച്ചോരു പൂരുഷദേവം ചിത്തമോഹനം രമണീയദേഹിനാം രാമം. ശുദ്ധമത്ഭുതവീര്യം സുന്ദരം ധനുർധരം തത്വമദ്വയം സത്യ സത്യമാദ്യന്തഹീനം. നിത്യമവ്യയം ഭജിച്ചിടുന്നേനിനി നിത്യം ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. യാതൊരു പാദാംബുജമാരായുന്നിതു വേദം. യാതൊന്നു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനും. യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ ജതസാ. തൽസ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവിതാനും. ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്വഹം കീർത്തിക്കുന്നു കൽമഷകരം രാമചരിതം രസായനം. കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ. ആദ്യനദ്വയനേകനവ്യക്തനാകുലൻ വേദ്യനല്ലാരാലും എന്നാലും വേദാന്ത വേദ്യൻ. പരമൻ പരാപരൻ പരമാത്മാവ് പരൻ പരമം ബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ. പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി. ഭുവന മനോഹരമായൊരു രൂപം പൂണ്ട് ഭുവനത്തിങ്കലനുഗ്രഹത്തെ വരുത്തുവാൻ. അങ്ങനെയുള്ള രാമ ചന്ദ്രന് സദാകാലം തിങ്ങിന ഭക്തിയാ ഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ. സ്വതന്ത്രൻ പരിപൂർണനാനന്ദാത്മാ രാമ അതന്ത്രൻ നിജമായ ഗുണബിംബിതനായി. ജഗതുൽഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ ബ്രഹ്മവിഷ്ണു രുദ്രനാമങ്ങൾ പൂണ്ട് ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി. വേദാന്ത വേദ്യൻ മമ ചേതസി വസിക്കണം. രാമ രാഘവാപാദ പങ്കജം നമസ്തുതേ. ശ്രീമയം ശ്രീദേവി പാണിദ്വയം പത്മാർജിതം. മാനഹീനന്മാരാം ദിവ്യന്മാരാലനുദ്യേയം. മാനാർത്ഥം മൂന്തിങ്കലമാഗ്രാന്ത ജഗത്രയം. ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം. നിർമ്മലം ശംഖചക്രകുശിലോ മത്സ്യാങ്കിതം. തന്മനോനികേതനം കൽമഷ വിനാശനം. നിർമ്മലാത്മാനാം പരമാസ്പദം നമസ്തുതേ. ജഗദാശ്രയം ഭവാൻ ജഗത്തായതും ഭവാൻ. ജഗദാമാദിഭൂതനായതും ഭവാനല്ലോ.
സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ. നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ. അജനവ്യയൻ ഭവാൻ, അജിതൻ നിരഞ്ജനൻ. വചസാം വിഷയമല്ലാതോരാനന്ദമല്ലോ. വാച്യവാചകോ ഭയഭേദേന ജഗന്മയൻ. വാച്യനായി വരേണമേ വാക്കിനു സദാ മമ. കാര്യകാരണകർത്തൃ ഫല സാധനഭേദം മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു. കേവലമെന്നാകിലും നിന്തിരുവടി അത് സേവകന്മാർക്കു പോലും അറിവാനരുതല്ലോ. ത്വന്മായാ വിമോഹിത ചേതസാത്മജാനിനാം ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ. മനസ്സേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മനുഷ്യനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ. പുറത്തുമകത്തും എല്ലായിടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ. ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ബുദ്ധനവ്യക്തൻ ശാന്തനസംഗൻ നിരാകാരൻ. സ്വത്വാദിഗുണത്രയയുക്തയാം ശക്തിയുക്തൻ തത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ. ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ. സക്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ. തത്വാധാരാത്മാദേവൻ സകലാൽ ജഗന്മയൻ. തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ. നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ. നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ. സദ്യജ്ഞാനാനന്ദാനന്ദാമൃതാത്മകൻ പരൻ. സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭു. സജ്ജിൽ ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ. അച്യുതനാദീനാഥൻ സർവദേവതാമയൻ. നിന്തിരുവടിയായതെത്രയും മൂടാത്മാവായി അന്ധനായുള്ളോരു ഞാൻ എങ്ങനെ അറിയുന്നു. നിന്തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ. യത്ര കുത്രാപി വസിച്ചിടിലുമെല്ലാ നാളും പൊൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തി ഉണ്ടാക വേണം. ഒന്നൊഴിഞ്ഞ വരം ഞാൻ അർത്ഥിച്ചിടുന്നേനില്ല. നമസ്തേ നമോ നമ. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു. നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ. നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ. നമസ്തേ നാരായണ സന്തതം നമസ്തുതേ. സമ സൽക്കർമാർപ്പണം ഭവതി കരോമി ഞാൻ. സമസ്തമപരാധം ക്ഷമസ്വ ജഗൽപദേ. ജനന മരണ ദുഃഖാഭകം ജഗന്നാഥം. ദിന നായകോ കോടി സദൃശപ്രഭം രാമം. കരസാരസയുഗ സദൃശ ശരജാപം കരുണാകരം കാള ജലദ ഭാസം രാമം. കനകരുചിരവി ദിവ്യാംബരം രമാവരം. കനകോജ്വല രക്തകുണ്ടലാഞ്ചിതഗണ്ഡം. കമലദളലോല വിമല വിലോചനം. കമലോത്ഭവനദം മനസാരാമമീടെ. പുരത സ്ഥിതം സാക്ഷി ഈശ്വരം രഘുനാഥം. പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൾ ഭക്തിയോടെ. ലോകേശാൽപജയാകുമഹല്യതാനും പിന്നെ ലോകേശ്വരാനുജ്ഞയാ പോയിതു പവിത്രയായി. ഗൗതമനായ തന്റെ പതിയെ പ്രാപിച്ചുടൻ ആദിയും തീർത്തു വസിച്ചിടിനാളഹല്യയും. ഈ സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കും. അത്രയല്ല
വരുമൈകിക സൗഖ്യം പുരുഷന്മാർക്കു നൂനം. ഭക്ത്യാനാഥന ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചീടിൽ സാധിക്കും സകലവും. പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം. അർത്ഥാർത്ഥി ജപിച്ചീടിൽ അർത്ഥവുമേറ്റമുണ്ടാം. ഗുരുതൽപകൻ കനകസ്തേയി സുരാപായി ധരണീ സുരഹന്ത പിതൃമാതൃഹാ ഭോഗി പുരുഷാദവനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമ ഭക്തവത്സലം നാരായണം ചതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്ത്യാ ജപിച്ചാദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം. സൽവ്രത്തനെന്നായിടിൽ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ല ഏതും. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണമരുൾ ചെയ്താൻ. ബാലകന്മാരെ പോക മിഥിലാപുരിക്കു നാം കാലവും വ്രതാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവജാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യം പുക്കുതാതനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമും അകമ്പുക്ക്. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നത് കേട്ട നേരം മനസ്സീ നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസമന്വിതം പൂജാ സാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷി വാടം പ്രാപിച്ച ശേഷം ആമോദബോധപൂർവം പൂജിച്ചാചാരം പൂണ്ട് രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും. ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ട് ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു വന്നിച്ചീടിന ജഗദേക സുന്ദരന്മാരാം ഇവരാരെന്നു കേൾപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ. വിശ്വാമിത്രനും അത് കേട്ടരുൾ ചെയ്തിടിനാൻ. വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതേ. വീരനാം ദശരഥൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോന്നിടിനേനിതുകാലം. കാടകം പുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെ ഒരു ബാണം കൊണ്ട് ഇത് കൊന്നാൻ. പേടിയും തീർന്നു സിദ്ധാശ്രമവും പുക്കുയാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ. വഴി പോലെ ശ്രീപാദാംബുജ രജസ്പൃഷ്ടി കൊണ്ട അഹല്യതൻ പാപവും നശിച്ചിതു പാപനയാക്കിയിടിനാൻ. പരമേശ്വരനായ ജാപത്തെ കാൺമാനുള്ളിൽ പാരമാഗ്രഹമുണ്ട്, നീ അതു കാട്ടിയിടേണം. ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ട് സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ. സൽക്കാരയോഗ്യന്മാരാൻ രാജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചു. ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ചാപം എന്നത് കേട്ടു മന്ത്രി പ്രവരൻ നടകൊണ്ടാനന്നേരം ജനകനും കൗശികനോടു ചൊന്നാൻ. രാജനന്ദനായ ബാലകൻ രഘുവരൻ, രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി, വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ മമനന്ദനെ നൂനം. എല്ലാം ഈശ്വരൻ എന്നേ ചൊല്ലാവിതെനിക്കിപ്പോൾ വില്ലുഹ വരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചതു മന്ത്രീന്ദ്രനും ഹുങ്കാരത്തോടെ വന്ന ചാപവാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ജാപമെടുത്തുകൊണ്ടുവന്ന
ഖണ്ഡാഹ സഹസ്രമണി വസ്ത്രാദി വിഭൂഷണം കണ്ടാലും ത്രയംബകമെന്നിതു മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരുടെ പള്ളിയിൽ കണ്ടു രാമചന്ദ്രൻ ആനന്ദം ഉൾക്കൊണ്ടു വന്നിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ട് ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നത് ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ട് രാഘവൻ അത് കേട്ട് മന്ദമന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം ജ്വലിച്ച തേജസോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. നിന്നരുളുന്ന നേരം ഈ 7 ലോകങ്ങളും ഒന്ന് മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടും ആട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗളസ്തുതികളും. ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കുകയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ട് വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭം ഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസദീകാടാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ട് നടുങ്ങി രാജാക്കന്മാരു രംഗങ്ങളെ പോലെ. മൈഥിലി മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ടാൾ. കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദം മന്ദം അർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയും ഇട്ടാൾ. മുന്നേ പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിടിനാൾ. മാലയും ധരിച്ചു നീലോൽപല കാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിനാൻ. ഭൂമി നന്ദനക്കരുരൂപരായി ശോഭിച്ചിടും ഭൂമി ബാലകബാലൻ തന്നെ കണ്ടവർകളും ആനന്ദാംബുതി തന്നിൽ വീണുടൻ മുഴുകിനാർ. മാനവവീരൻ വാഴ്കെന്നാശിയും ചൊല്ലിടിനാർ. അന്നേരം വിശ്വാമിത്രൻ തന്നോടും ജനകനും വന്നിച്ചു ചൊന്നാനിനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടേണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ. വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്ക് വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിത് വിശ്രമത്തോടു നട കൊണ്ടിതു ദൂതന്മാരും. സാകേതപുരിപുക്കു ഭൂപാലൻ തന്നെ കണ്ട് ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും. സന്ദേഹം കണ്ടു പങ്ക്തി സ്യന്തനൻ താനുമിനി സന്ദേഹമില്ല പുറപ്പെടുകെന്നുര ചെയ്തു. അഗ്നിമാനുഷ്യാധ്യാപനാകിയ വസിഷ്ഠനും ഭക്തിയാം അരുന്ധതി താനുമായി പുറപ്പെട്ടു. കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാപുരമകം ബുക്കിതു ദശരഥൻ. മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ടാൻ. വന്ദിച്ചു ശതാനന്ദൻ തന്നോടും കൂടെ ചെന്ന് വന്ദ്യനാം വസിഷ്ഠനെ തദ്ദനുപജ്ഞിയേയും അർഘ്യവാദ്യാദികളാൽ അർച്ചിച്ചു യഥാവിധി സൽക്കരിച്ചിതു യഥാ
യോഗ്യമുർവീന്ദ്രൻ താനും രാമലക്ഷ്മണന്മാരും വന്നിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠനാമാചാര്യപാദാംജവും തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമപാദോം ഭജമനുജന്മാർ തൊഴുതു ഭരതന് ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണപാദാംഭോജം പക്ഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ട് ലക്ഷ്മണനെയും കാടാശ്ലേഷവും ചെയ്തിടിനാൻ. ജനകൻ ദശരഥൻ തന്നുടെ കയ്യും പിടിച്ചനുമോദത്തോടുര ചെയ്തതു മധുരമായി. 4 കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി, 4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും. ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതുമേ മടിക്കേണ്ട. വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും 4 യഥാക്രമം. ചിത്രമായിരിപ്പോരു മണ്ഡപമതും തീർത്ത് മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാരത്നമണ്ഡിത സ്തംഭ തോരണങ്ങളും നാട്ടി രത്നകം മണ്ഡിത സ്വർണപീഠവും വെച്ചു ഭക്യ ശ്രീരാമപാദാംബോജം കഴുകിച്ചനന്തരം പേരിതുന്തുഭിമുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചുതൽ പുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനകമഹീന്ദ്രനും. യാതൊരു പാദതീർത്ഥം ശിരസീധരിക്കുന്നു ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ വിട്ടു ലക്ഷ്മണകുമാരനും കാമാങ്കിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ നമ്മുടെ ഭഗ്നിമാരായി പരമാനന്ദം കൊണ്ട് വസിച്ചാരെല്ലാവരും. കുശികാത്മജനോട് വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും.